ഇന്ന് ഞങ്ങൾ ജുബൈലിലേക്ക്, കോബാറിൽ നിന്ന് ജുബൈലിലേക്ക് പോയ യാത്രയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഫാമിലിയുമായിട്ട്, ഞാനും എൻ്റെ വൈഫും അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ ഫാമിലി, അപ്പോൾ ഞങ്ങളൊരു 6-7 പേരുണ്ട്. ഞങ്ങൾ 2 വണ്ടികളിലാണ് യാത്ര ചെയ്തത്. ഇനി നമ്മൾ ജുബൈലെത്തിയതിന് ശേഷം അവിടെ എനിക്കൊരു ബ്രദറുണ്ട്. അപ്പം ആ ബ്രദറിനെ കൂടെ കൂട്ടി ജുബൈൽ, അവൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങുക. രാവിലെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് എതിരഭിപ്രായം പറഞ്ഞു. കാരണം ജുബൈൽ രാവിലെ പോയിട്ട് വലിയ കാര്യമില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ എന്തായാലും നമ്മൾ യാത്ര തിരിച്ചു. അവിടെ പോയതിന് ശേഷം ബാക്കി പ്ലാൻ ചെയ്യാം. രാവിലെ പോയി ഭക്ഷണം നമ്മൾ കരുതിയിട്ടുണ്ട്. ഭക്ഷണം അവിടെ പോയി ഏതെങ്കിലും നല്ലൊരു ലൊക്കേഷനിൽ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളെ കൊണ്ട് ബീച്ചിലൊക്കെ ഒന്ന് പോകണം, കുളിക്കണം. പിന്നെ ഒരു ബോട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്ലാനാണ്. പെരുന്നാളുമായിട്ട് അനുബന്ധിച്ചുള്ള അവധി ഉള്ളതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പോയതിൻ്റെ ഡീറ്റെയിൽസായിട്ട് എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു അതിൻ്റെ മാപ്പൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറിക്കാം. പിന്നെ കഴിയുമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യൂട്യൂബ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ല, എൻ്റെ ഒരു ബ്രദറിനെ നമ്മൾ ജുബൈലിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യുകയാണ്. അവനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യണം. അവൻ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അവനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവനും കൂടെ കാര്യങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകാം എന്നുള്ള കാര്യം അവനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ജുബൈൽ. അങ്ങനെ നമ്മൾ ജുബൈലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാരഥി മാറിയിട്ടുണ്ട്. വ്ളോഗ് കൊണ്ട് കഴിഞ്ഞാണ് പിന്നെ നല്ല പവർ ഫുള്ള് സെറ്റാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഭയങ്കര ഒരുപാട് ക്യാമറ ആണല്ലോ. സ്ട്രീറ്റ് ഫുള്ള് ക്യാമറ ആണല്ലോ. ഇതിപ്പോ റോയൽ കമ്മീഷനാണ് ഈ ബീച്ചെല്ലാം വരുന്നത്. ഇതെല്ലാം റോയൽ കമ്മീഷൻ അണ്ടറിലാണ്. ഇതെല്ലാം അഖിൽ ബീച്ച് എന്ന് പറയും. ഓക്കെ, ഇത് അഖിൽ ബീച്ചിനുള്ളത്. എല്ലാരും എന്തോ വിരിച്ചു പാമാ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഓക്കെ അല്ലേ? എല്ലാം എടുത്തോ. തനി നാടൻ ഭക്ഷണം. അതൊക്കെ ഇത് മെനങ്ങാത്തടാ. ദോശ ഒരു മെനങ്ങാന്നെ ഉണ്ടാക്കി വെച്ചു. എനിക്ക് വേണ്ട, ഞാൻ എല്ലാം എടുത്തോളാം. പതുക്കെ പാപ്പച്ചൻ ഇരിക്കടാ. ഓ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് പാർക്കിൽ കയറണ്ട കേട്ടോ. ഞങ്ങളുടെ കാല് വയ്യല്ലോ.
ഷാജിദ, നീ രാവിലെ എന്ത് വന്നടാ കഴിച്ചെന്ന് പറഞ്ഞാ? അല്ല, നീ പൊറോട്ട ബീഫൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ രാവിലെ കഴിച്ചായിരുന്നു. പൊന്നു മോനെ, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നപ്പോ എന്തിനാ കഴിക്കുന്നേ? സന്തോഷം. ഇരിയടാ. അതെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തണുത്ത ക്ലൈമറ്റിൽ ഇരിക്കുകയാണ്. നല്ല ചൂടാണെങ്കിലും ഇവിടെ മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. അതെ, ഇപ്പം അടുത്ത് നമ്മളിവിടെ നേരെ ബീച്ച്. നല്ല തണുത്ത കാലാവസ്ഥ, നല്ല തണുപ്പാണ്. ഇന്നലെ ഇവിടെ മഴ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്നത്തെ ദിവസം ഫുള്ളുണ്ട്. പോയാ പോരെ, ഇന്നത്തെ ദിവസം പോയാ പോരെ. അവസാനം മതി എന്ന് പറയരുത്. അതാ രണ്ടെണ്ണം ഉണ്ട്. കൊച്ചു അവിടെ ഉണ്ട്. രണ്ടോ എന്തോ ഒത്തിരി ഉണ്ട്. ശരിക്കും കടലിൽ തന്നെയാണ്. ഇതൊരു വാക്ക് വേ ആണ്, നമ്മുടെ കടലിൻ്റെ സൈഡിലൂടെയുള്ള വാക്ക് വേ ആണ്. നല്ല രസമാണ്. വെയിലുണ്ട്, പക്ഷേ ഭയങ്കര ചൂടായിട്ട് തോന്നുന്നില്ല. എനിക്കൊന്ന് ഇന്നലെ യുഎയിലൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ എന്താ രസം, നല്ല രസമാണ്. ഇവിടെ ഈ സമയത്ത് വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ രസം. കാരണം കുറച്ച് ലൈറ്റ് സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് കയറി ഇതുവഴി ഇങ്ങനെ മുകളിൽ കൂടെ നടന്ന് നമുക്ക് അവിടെ തന്നെ വന്ന് ഇറങ്ങാം. നമ്മൾ കയറിയ ആ ഭാഗത്ത് തന്നെ വന്ന് ഇറങ്ങാൻ പറ്റും. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറിയത്. അവിടേക്ക് തന്നെ വരാൻ കഴിയും. അപ്പോൾ എങ്ങനെയുണ്ട് മാ? എങ്ങനെയുണ്ട് പറാച്ചി? എങ്ങനെയുണ്ട്? How's the place? Adipoli, right? ഒരു കഫറ്റേറിയ ആണ്. യെസ്.
പിന്നെ ഇവിടെ എത്ര മണ്ണിട്ടെടുത്തല്ലേ. ഈ രണ്ടിന്റെ ഇടയിലായതുകൊണ്ടിട്ടേ കറവ് കൊടുത്തിരിക്കുന്നുണ്ടാവും വെള്ളം കാറ്റിങ്ങനെ അടിച്ചു. ജുബൈൽ ദ മൂവ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നല്ല രസമാണ്, നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ വൈകിട്ട് വന്നാൽ കോഫി ഷോപ്പും ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർബക്സ് ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം ഫാമിലിയായിട്ട്. നല്ല ഒരു പ്ലേസാണ്. ജുബൈലിൽ വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അത്രേ ഉള്ളൂ. കൊള്ളാം. നല്ല കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ പ്ലാൻ ഒരു ബോട്ടിംഗ് ആണ് ജുബൈലിൽ. ഈ ബോട്ടിൽ അരമണിക്കൂർ യാത്ര. പോണ്ടേ? പേയ്മെൻറ്റ് ബോട്ടിൽ തന്നെ കൊടുത്താൽ മതി. ഞാൻ അവിടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അരമണിക്കൂറത്തേക്ക് നമ്മളെടുത്തത് 250 റിയാൽ. കയറിക്കോ. പിടിച്ചോ പിടിച്ചോ. നിൽക്കുന്നില്ല. പിടിച്ചോ. നമ്മൾ ഈ ബോട്ടാണ് എടുത്തിരിക്കുന്നത്. പതുക്കെ പിടിച്ചു തരണേ. പതുക്കെ പിടിച്ചോ 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 പിടിച്ചോ. ജൽദി ജൽദി. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. കേറുവാ കേറുവാ. പാപ്പ തിരിച്ച് അങ്ങനെയല്ല. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടുക. കുട്ടികളെല്ലാം ഇട്ടോ. എനിക്കുള്ള ഇടണം. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വോയിസ് കൊടുത്തിരുന്നു, പക്ഷേ എന്താണ് കാര്യമെന്ന് അറിയില്ല. വോയിസ് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷം നമുക്കൊരു പേപ്പർ തരും. ആ പേപ്പറിൽ നമ്മൾ ID കാർഡിൻ്റെ നമ്പരും പേരും എഴുതി കൃത്യമായി നമ്മുടെ ഇവിടെ ഏൽപ്പിക്കണം. ഞാനിരിക്കുന്നതിൻ്റെ പുറകിലൊരു പതാക കണ്ടിരുന്നില്ലേ, അവിടെയാണ് ഈ പേപ്പർ നൽകേണ്ടത്. അത് ഇവിടുത്തെ നാവിക ഉദ്യോഗസ്ഥരുടെ ഒരു ഓഫീസാണ്.
അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി കൊടുക്കണം. പക്ഷേ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് ഞങ്ങളിൽ ഒരാൾ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു അത് അനുവദനീയമല്ല, അത് ഡിലീറ്റ് ആകണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. കാരണം അവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ, നമ്മൾ കൃത്യമായി പാലിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും അവിടെ എന്തെങ്കിലും മൊബൈൽ ജാമറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം. കാരണം വോയിസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തു. വളരെ സൗമ്യമായ രീതിയിലാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്തത്. നമ്മളത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഒരു വെൽക്കം പറഞ്ഞു നമ്മൾ അവിടുന്ന് പിന്നെ നമ്മുടെ ബോട്ടിങ് തുടരുകയായിരുന്നു. വളരെ രസകരമായൊരു യാത്രയായിരുന്നു. കാരണം നമ്മൾ രാവിലെ വന്നിരുന്നുവെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ കുറച്ച് നേരം പാർക്കിൽ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദ മൂവ് വന്നു. അവിടെയും നല്ല രസമായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബോട്ടിങ് വന്നത്. നമ്മൾ ഇതുവരെയും ഈ സമയം വരെയും നമുക്ക് ഒരു സമയം ലാഗ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ് നല്ല ഭംഗി, കാരണം പിന്നെ സമുദ്രം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ ബോട്ടിങ്ങിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ നല്ല സേഫ്റ്റിയുള്ള ബോട്ടാണ്, വൃത്തിയുള്ളൊരു ബോട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ നാട് പോലെ സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശങ്ങൾ നൽകാനൊന്നും അവിടെ ആളുണ്ടാവില്ല. ഞങ്ങൾ കയറിയ ബോട്ടിലൊന്നും അങ്ങനെ ആളുണ്ടായിരുന്നില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടു. ഭയങ്കര കർക്കശമായ നിബന്ധനകളെന്ന് പറയുന്നത് നല്ല കർശന നടപടികളും ഉണ്ടായില്ല. പക്ഷേ നമുക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി നമുക്ക് വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടു. കുട്ടികളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സെൻറ്ററിൽ തന്നെ നിർത്തിയിരുന്നു. പിന്നെ ബോട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് തിരക്കൊപ്പം ഇതിങ്ങനെ പൊങ്ങിച്ചാടും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ. അതുപോലെ ഈ ബോട്ട് ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ നിർദ്ദേശങ്ങൾ നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു മ്യൂസിക് ആവശ്യമാണെങ്കിൽ മ്യൂസിക്കിനുള്ള സൗകര്യമുണ്ട്, അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്ലൂടൂത്തൊക്കെ അദ്ദേഹം ഓൺ ചെയ്തു തന്നു. എന്തായാലും വളരെ ഒരു കോപ്പറേറ്റീവ് രീതിയിൽ തന്നെ നമ്മൾ ബോട്ടിംഗ് തുടരുകയാണ്. Fatima Gadisuma Bandali Valgadum Jannana Gadisuma Bandali Valgadum Chale onaka putte പൈസ എന്തോന്നാണ് പറയണ? പുള്ളി എന്താ പറയണ? എന്തോ മൗജൂദ് എന്ന് പറയണ. അങ്ങോട്ട് പോയ നമുക്ക് അറ പറഞ്ഞൂടാ. തെറിച്ച് പോവരുത് താഴോട്ട്. പൊളിക്കോ?
എൻ്റെ ബാഗ് എവിടെ? ഇല്ല, നോ നോ. നമ്മുടെ സന്തോഷകരമായ ബോട്ട് യാത്ര അവസാനിക്കുകയാണ്. എല്ലാം കിട്ടിയ കിട്ടി. അങ്ങനെ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴും നമ്മളിവിടെ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അത് കുഴപ്പമില്ല. ഇനി ഫുഡ് കഴിക്കണ്ടേ? അടിപൊളി. അത് മതി. നമ്മളെ ബോട്ട് അടുപ്പിക്കാറായി. നല്ലൊരു ബോട്ടിങ് കഴിഞ്ഞു. ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ബീച്ചിലാണ്. ബോട്ടിങ്ങിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ യാത്ര കഴിഞ്ഞതിന് ശേഷം, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തല്ല പോകുന്നത്. അപ്പോൾ യാത്ര കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് അവിടെ ബോട്ട് ഓടിച്ച ആ വ്യക്തിയുടെ ആയി തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു. അത്യാവശ്യം നല്ലൊരു സർവീസായിരുന്നു. പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ അല്പം പേയ്മെൻറ്റ് കൂടുതലാണ്. നമുക്ക് കോവാറിലൊക്കെ 150 റിയാലിനൊക്കെ ബോട്ട് ലഭ്യമാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ ഒരു ബീച്ചിൽ വന്നതാണ്, സ്വിമ്മിങ് ബീച്ച്. പിന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, കാരണം എല്ലാവരും കുളിക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത് തിരികെ വരാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ച് കയറി. അടിപൊളിയായിരുന്നു. ബീച്ച് വീഡിയോസൊന്നും എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് എടുത്തു. നല്ല തണുപ്പായിരുന്നു. നമ്മൾ ഇറങ്ങിയത് ഏകദേശം 2 മണിക്കാണ്. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല ചൂടാണെങ്കിലും നമുക്ക് കടല ബീച്ച് നല്ല തണുപ്പായിരുന്നു. ബീച്ചിലെ വെള്ളം അടിപൊളിയായിരുന്നു. പിന്നെ എന്താണ്, അപ്പോൾ പിന്നെ ഈ വെള്ളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല സൂപ്പർ വെള്ളം, തണുപ്പായിരുന്നു. പക്ഷേ അതിനകത്ത് എന്തോ ഒരു ചെറിയ ജീവി ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ കുട്ടികളെയൊക്കെ ചെറുതായിട്ടത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സ്കിന്നിന് ചെറിയ പ്രശ്നം. പക്ഷെ ഇപ്പോൾ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ചിലവാക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓക്കെ, ഈ കാണുന്നതാണ് ദരീൻ ഹിൽ പാർക്ക്. ജുബൈലിലുള്ള ഒരു വളരെ മനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. മലയാളികളുടെ മൊട്ടക്കുന്ന് എന്നാണ് അറിയപ്പെടുന്നത്. മൊട്ടക്കുന്ന് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. അതായത് മലയാളികളുടെ പുറത്തെ പറയുന്ന ആ പേരിലാണ്. വളരെ മനോഹരമായ സ്ഥലമാണ് ഇത്. മനുഷ്യനിർമ്മിതമാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമാണ്. സൗദിയുടെ ഹരിതവൽക്കരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചെടുത്ത ഒരു കുന്നാണ് ഇത്. ഏകദേശം 2 ഏക്കറിന് മുകളിൽ
ചുറ്റളവ് വരും എന്നാണ് ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. പല പല ചെറിയ കുന്നുകളായിട്ടുണ്ട്. പിന്നെ ഇതിന് മറുഭാഗത്ത് ഇതുപോലെ തന്നെയാണ് കുന്ന് കയറിയിട്ടുള്ള സ്ഥലമാണ്. വളരെ രസകരമായൊരു സ്ഥലമാണ്. നമുക്ക് ഒരു 5 മണിക്കെങ്കിലും ഇവിടെ എത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഈ ദരീൻ പാർക്ക് നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഈദിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മറ്റു ദിവസങ്ങളിൽ തിരക്കുണ്ട് എന്നാണ് അറിഞ്ഞത്. നമുക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനൊക്കെ നേരെ കാണുന്ന ആ സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് നേരം റൗണ്ട് അടിച്ചതിന് ശേഷമാണ് എനിക്കൊരു പാർക്കിംഗ് കിട്ടിയത്. നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതിനും ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട്. വളരെ ഒരു രസകരമായൊരു സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയ സമയം അല്പം ലേറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നി. അവര് വന്ന് മുണ്ടാസിനോടും ഉമ്മാടും പറഞ്ഞു